ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ല് സംഭരിക്കുന്നതിന് തദ്ദേശ ജനപ്രതിനിധികൾ ഇടപെട്ടു. പ്രിയമുള്ളവർ, നെൽകർഷകരുടെ കാര്യം വളരെ ഒരു ദുരിതമാണ് നമ്മുടെ നാട്ടിൽ. ചാലിശ്ശേരിയിൽ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നവർ. അപ്പോൾ നമുക്കത് കണ്ടില്ല നടിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് മന്ത്രിയൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി പള്ളങ്ങാട്ട് ചിറ ഉൾപ്പെടെ എല്ലാ കൃഷിക്കാരുടെയും നെല്ല് കയറ്റി അയച്ചു. അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫണ്ട് കിട്ടുമെന്നൊക്കെ പറയും. കയറ്റി കൊണ്ടുപോയവരുടെ നെല്ല് തന്നെ ആരാ കൊണ്ടുപോയതെന്ന് അറിയില്ല. അവർക്ക് അതിൻ്റേതായ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കൗക്കോട് പ്രദേശത്ത് ഇവിടെയുള്ള കൃഷിക്കാരുടെ നെല്ലാണ് ഇവിടെ കിടക്കുന്നത്. മാസങ്ങളോളമായി നെല്ലിങ്ങനെ കിടക്കുന്നു. ടാർപ്പായിട്ട് മൂടി വളരെ സുരക്ഷിതമായി രാത്രി കാവൽ പോലും നിന്നിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇത് സംരക്ഷിക്കുന്നത്. ഈ അവസ്ഥ നമ്മൾ കണ്ടില്ല നടിക്കാൻ സാധിക്കില്ല. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഗവൺമെൻറ്റും പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെയൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്തിലെ 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലുമാണ് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി കർഷകരുടെ ദുരിതം വിലയിരുത്തിയത്. ഒരു മാസം കഴിഞ്ഞ് നെല്ല് കൊയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ടോക്കൺ കിട്ടിയിട്ട് ഇതുവരെ മില്ലേര് വന്നിട്ട് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഈ സാധനം മഴയത്ത് ഈ സാധനം കിടക്കുന്നു. ഇത് മാത്രമല്ല 500ഓളം ചാക്ക് ഈ പാടത്ത് കിടക്കുന്നുണ്ട്. ഈ പാടത്ത് മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഒന്നില്ലെങ്കിൽ ഇത് കൊണ്ടുപോകും, ഇവിടുന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയി കിടക്കുന്നത്. എന്താണ് ഇപ്പം കൃഷിക്കാർ കണ്ട കളം പഠിച്ചതൊക്കെയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലാണ് ഈ കിടക്കുന്നത്. അതെന്ത് ഇപ്പം ഈ നേരത്തെ പാടത്ത് കിടന്നിട്ട് മഴയത്ത് കിടന്ന് നശിപ്പിച്ച് പോകാന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വ്യവസ്ഥ എന്തെങ്കിലും സർക്കാർ ചെയ്യുക. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിഞ്ഞാലിൽ എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ശനിയാഴ്ച മുതൽ തന്നെ നെല്ല് സംഭരണം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി അവർ അറിയിച്ചു. ടോക്കൺ ലഭിച്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കാതിരുന്നതിനാൽ ഹരിത പാടശേഖരത്തിൽ ഏകദേശം 500 ചാക്കും പെരുമണ്ണൂരിൽ 330 ചാക്കും നെല്ല് പാടത്ത് കിടക്കുകയാണ്. മഴ നനഞ്ഞ് വിള നശിക്കുന്നതോടെ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അവർ വ്യക്തമാക്കി. CNTV ചാലിശ്ശേരി.